10x 20x റിട്ടേൺസ് തന്നിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം താഴത്തെ ലെവലിൽ അക്യുമുലേഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ അക്യുമുലേഷൻ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കുകളൊക്കെ താഴത്തെ ലെവലിൽ തന്നെ പിടിക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് തലേ ദിവസത്തിൻ്റെ പ്രൈസിനെക്കാട്ടിയും ഒരു 0.25% ഹയർ സൈഡിൽ ക്ലോസ് ചെയ്യുകയാണ്. ആൻഡ് അതിൻ്റെ ഓളിയം തലേ ദിവസത്തിനെക്കാട്ടിയും ഹയർ ഓളിയമോ അല്ലെങ്കിൽ കഴിഞ്ഞൊരു 50 ദിവസത്തിൻ്റെ ആവറേജ് ഓളിയത്തിനെക്കാട്ടിയും ഹയർ ആയിട്ടുള്ള ഒരു ഓളിയമോ കാഴ്ചവെക്കുകയാണെങ്കിൽ അതിന് നമ്മളൊരു അക്യുമുലേഷൻ ക്യാൻഡിലായിട്ട് കണക്കാക്കുന്നതായിരിക്കും. അതല്ലാതെ രണ്ടാമതൊരു സിനാരിയോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇടിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വരുന്നത് ഇൻട്രാഡേക്കകത്ത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് താഴോട്ട് വരുന്നു. പിന്നീട് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വരുന്നത് അതിൻ്റെ 50% സ്പ്രെഡിൻ്റെ സെക്കൻഡ് ഹാഫ്, അതായത് മേലത്തെ ഹാഫിലാണെങ്കിൽ അതും ഒരു അക്യുമുലേഷൻ ക്യാൻഡിലാണ്. അങ്ങനത്തെ അക്യുമുലേഷൻ ക്യാൻഡിൽ ഒരുപാടുള്ള ഒരു സൈഡ് വേസ് പാറ്റേണിനെയാണ് നമ്മൾ അക്യുമുലേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ആ അക്യുമുലേഷൻ പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് താഴത്തെ ലെവലിൽ തന്നെ മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ കിട്ടുന്നതായിരിക്കും.